ഇതിനകത്ത് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. സെക്യൂരിറ്റി ഉണ്ട്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഒക്കെ ഉണ്ട് ഇവിടെ, പോലീസും മിലിറ്ററി ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ അകത്ത് നമുക്ക് വീഡിയോഗ്രാഫിയോ ഫോട്ടോഗ്രാഫിയോ ഒന്നും അലൗഡ് അല്ല. ഞാനതുകൊണ്ട് അതിന് ടോമിന് പുറത്തിറങ്ങിയതിന് ശേഷം വീഡിയോഗ്രാഫി ചെയ്യുന്നത്. മനോഹരമായ ബാക്ക് യാർഡായിരുന്നു. ഇവിടെ നദിയാണ്. आपको मालूम है ये कौन सा नदी है? യമുന നദിയെ. യമുന നദിയെ. ഇത് യമുന നദിയാണ് ഇതിൻ്റെ ബാക്ക് യാർഡ്. അപ്പോൾ എല്ലാം പ്രവർത്തനങ്ങളും എല്ലാ സംസ്കാരവും നദിയുമായിട്ട് ചേർന്നിട്ടാണ് എല്ലാം നടക്കുന്നത്. അപ്പോൾ യമുന നദി കാണാം. യമുന നദി കാണാം. പ്ലീസ് കീപ് ഡിസ്റ്റൻസ് ഫ്രം റോഡിൽ. റെയിലിങ്ങിൽ നിന്ന് മാറി നിൽക്കുക. അപ്പം നല്ല ഇവിടെ മീൻ പിടിക്കുന്നവരുണ്ട് കണ്ടോ. അവിടെ മീൻ പിടിക്കുന്നവരൊക്കെ ഉണ്ട് യമുന നദിയിൽ. യമുന നദിയുടെ തീരത്താണ്. അവിടെ ആ റെഡ് ഫോർട്ട് കണ്ടോ. ഇന്ന് മൊത്തം ഇങ്ങനെ തീരത്തായത് പണിയിപ്പിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഈ നദിയൊക്കെ ഉപയോഗിച്ച് കാണും. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നദിയൊക്കെ ഉപയോഗിച്ച് കാണും. ഓക്കെ. അപ്പോൾ സമയമില്ല പുറത്തോട്ട് കിടക്കുകയാണ് ഞാൻ. നദി നല്ല വലിയ വീതിയിൽ ഒഴുകുന്ന നദിയാണ്. ഇത് 4 വശവും കോട്ടയ്ക്ക് ചുറ്റും അതിലും ഗേറ്റും ഒക്കെ ഉണ്ട്. 4 ഗേറ്റും ഉണ്ട്. ആ ഗേറ്റിന് നടുക്കായിട്ടാണ് ഈ കുടീരം പണിത് വച്ചിരിക്കുന്നത്. ഇന്നിതൊക്കെ ഒന്ന് നിർമ്മിക്കണമെങ്കിൽ 500 കോടിയും പോരാ, 5000 കോടിയും പോരാ. അത്ര പൈസ ചിലവാക്കി അന്ന് ഇതൊക്കെ നിർമ്മിച്ചതെന്ന് ആലോചിച്ച് നോക്കണം. ശരിക്കും അന്ന് പൊതുജനങ്ങൾക്ക് വേണ്ടി, എനിക്കറിയാം അത് അങ്ങനെ പറയുമ്പോൾ അത് പൊളിറ്റിക്കലി ഇഷ്യൂ ആവും. പൊതുജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ പണ്ടത്തുള്ള രാജാക്കന്മാർ അവരുടെ പേഴ്സണൽ ഇതായിട്ട് എടുത്തിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള നിർബന്ധികളൊക്കെ. പക്ഷെ അതൊക്കെ പേഴ്സണലായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഇന്ന് പബ്ലിക്കിൻ്റെ കയ്യിലാണ്. ഓക്കെ. അതൊരു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഇതൊക്കെ. അപ്പോൾ അത് പബ്ലിക്കിൻ്റെ കയ്യിൽ തന്നെയല്ലേ. എന്തായാലും പബ്ലിക് സ്വത്തായിട്ട് ഇന്ന് നിലനിൽക്കുന്നുണ്ടല്ലോ. ഓക്കെ. എനിവേ ഞാനങ്ങനെ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങാൻ ഉള്ള തയ്യാറെടുപ്പിലാണ്. അതിന് അവസാനപ്പെട്ട ഇനി അങ്ങ് പുറത്തിറങ്ങണം. ഓക്കെ. അപ്പോൾ ഒന്നുകൂടെ ഇറങ്ങുകയാണ് ഇവിടുന്ന് താഴോട്ടിറങ്ങി. അതുവഴി നമ്മൾ കയറി വന്ന വഴി ഇത് ഇറങ്ങിപ്പോകുന്നത്. വേ ടു എക്സിറ്റ് ഇറങ്ങിപ്പോകുകയാണ്. ഇപ്പോൾ ഇറങ്ങിപ്പോകുന്ന വഴിയിൽ 4 മിനാരങ്ങളും നടുക്കുള്ള മകുടവും. ഇവിടെ എന്താ കിട്ടത്തില്ല, കുറച്ച് ദൂരെ പോകണം. വന്നിടത്ത് തന്നെ വന്നിട്ട് തിരിച്ചു പോകുക. വന്നിടത്ത് വന്ന് ആൾക്കാരിങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ രാവിലെ വന്നതിൻ്റെ പേരിൽ കുറച്ചൊക്കെ നടന്നു. ഇനി പുറത്ത് വരുമ്പോഴത്തേക്ക് ഡ്രൈവറെ വിളിക്കണം. എന്നിട്ട് അയാൾ വരും. പുറത്ത് കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്നിട്ട് ഇറങ്ങി വിളിക്കാം. അങ്ങനെ നടുക്ക് വന്നിട്ടൊരു വീഡിയോയാണ്. ഇവിടുന്ന് ഫോർട്ടിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ നടക്കത്തില്ല. കാരണം അവിടെ ആളെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ താജ്മഹലിനോട് വിട പറഞ്ഞ് ഞാൻ പോവുകയാണ്. താജ്മഹലിൻ്റെ പുറത്ത് ചെന്നിട്ട് ഒന്നുകൂടെ വിട പറയുന്നതായിരിക്കും. അങ്ങനെ ഗേറ്റിലേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ കയറി ഗേറ്റ് വഴി തന്നെ തിരിച്ചിറങ്ങും. അങ്ങനെ താജ്മഹലിൻ്റെ കാഴ്ചകളുമായിട്ട് തിരിച്ചിറങ്ങി പോവുകയാണ്. ദേണ്ട് താജ്മഹൽ ഒരിക്കൽ കൂടെ ആദ്യം വീഡിയോ താജ്മഹലിൻ്റെ കാണിച്ചെടുത്ത് തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് ഗേറ്റിലേക്ക് ഇറങ്ങുകയാണ്. വന്ന ഗേറ്റിൽ കൂടെ തന്നെ പുറത്തിറങ്ങി തിരിച്ചു പോവുകയാണ്. ഓക്കെ. ഇറങ്ങി പുറത്ത് ചെന്നതിന് ശേഷം നമ്മുടെ ഡ്രൈവറെ വിളിക്കുന്നതായിരിക്കും. പുള്ളി വന്ന് നമ്മളെ പിക്ക് ചെയ്യും. 10 മിനിറ്റ് മുമ്പ് വിളിക്കണേ എന്ന് പറഞ്ഞു. 20 മിനിറ്റ് മുമ്പ് 10 മിനിറ്റ് മുമ്പ് വിളിച്ചാൽ 10 മിനിറ്റ് മുമ്പ് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും എന്ന് പറഞ്ഞു. ഓക്കെ. ഇനിവേ നമുക്ക് നോക്കാം പുള്ളി കൃത്യനിഷ്ഠ പാലിക്കുന്നുണ്ടോ എന്ന്. പുറത്തിറങ്ങിയപ്പോഴേ ഇവിടെ വലിയ മോർച്ചയ്ക്കുള്ള ആളുണ്ട്. ഒരു രക്ഷയില്ല. ഈ സമയത്ത് വന്നാൽ അകത്ത് കയറാനേ പറ്റത്തില്ലായിരുന്നു. രാവിലെ വന്നതിൻ്റെ പേരിൽ എനിക്ക് കയറാൻ പറ്റി. വിദേശികളും സ്വദേശികളുമായിട്ട്
ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഉള്ളത്. എല്ലാ നിലയിലുള്ള ആൾക്കാരുണ്ട്. കുഞ്ഞു കുട്ടി, അപാല വൃദ്ധം, നടക്കാൻ വയ്യാത്തവർ വരെ നടക്കുകയാണ്. ഒരു രക്ഷയില്ല. ഇത് നിങ്ങൾ ആരെങ്കിലും ഇവിടെ വന്ന് കാണണമെന്നുണ്ടെങ്കിൽ രാവിലെ 9 മണിക്ക് മുമ്പ് വരിക. 9 മണിക്ക് മുമ്പ് ഇവിടെ കയറി കഴിഞ്ഞാൽ സുഖമായിട്ട് കണ്ടിറങ്ങി പോവാം. അത് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. 9 മണി 10 11 മണി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് 2 മണിക്കൂർ കൊണ്ട് കണ്ടിറങ്ങാം. ഓക്കെ, 10 മണി കഴിഞ്ഞൊക്കെ വരുവാണെങ്കിൽ 3 മണിക്കൂർ എടുക്കും. 3 മണിക്കൂർ അധികം അകത്ത് ചിലവഴിക്കുവാണെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ പൈസ മേടിക്കും അവർ. സോ ബി കെയർഫുൾ. ഓൺലി 3 hours യു ഹാവ് ടു സ്റ്റേ ഇൻസൈഡ്. ഓക്കെ, ഞാൻ പക്ഷേ 2 മണിക്കൂറിനുള്ളിൽ ഇറങ്ങി. എനിക്കിനിയും കുറേ സ്ഥലങ്ങൾ കാണാനുള്ളതല്ലേ. അപ്പം താജ്മഹലിൻ്റെ വാർത്തകൾ കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ് മീ. കാണേണ്ട ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ഒപ്പം സബ്സ്ക്രൈബും ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു. അങ്ങനെ വെളിയിൽ വന്നിരിക്കുന്നു. വെളിയിൽ വന്നു നമ്മുടെ ഓട്ടക്കാരൻ ഭയ്യ കിതറേ ബാഹരേ. ഓക്കെ, അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു. ഓക്കെ, അങ്ങനെ നമ്മുടെ ഭയ്യ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളി നമ്മൾ ഫോൺ ചെയ്തൊരു 15 മിനിറ്റ് കഴിഞ്ഞാൽ വന്നേ. അപ്പോൾ നിങ്ങളാരെങ്കിലും ഇങ്ങനെ വരുന്നവർ 15 മിനിറ്റ് മുന്നേ വിളിച്ചോണം. നിങ്ങളൊരു ഉദ്ദേശം വെച്ച് നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ ആ കണക്കിനങ്ങ് വരും. അടുത്ത് ഞങ്ങൾ ആഗ്ര ഫോർട്ട് കാണാൻ പോകും. ആഗ്ര ഫോർട്ട്, ഇത് ആഗ്ര ഫോർട്ടാണ്. ആഗ്ര ഫോർട്ട് മെട്രോ സ്റ്റേഷനാണ്. ഡോക്ടർ അംബേദ്കർ ചൗക്ക് മെട്രോ സ്റ്റേഷനും മെട്രോ അണ്ടർഗ്രൗണ്ട് മെട്രോ ആണെന്ത്. ഇതാണ് ആഗ്ര ഫോർട്ട്. എന്തായാലും വെള്ളം കുടിച്ചിട്ടൊക്കെ ഞാൻ അതിനകത്തോട്ട് കയറുന്നുള്ളൂ. അതികഠിനമായി നാറുന്ന വെള്ളമാണ് ഇവിടെ ഉള്ളത്. ആഗ്ര ഫോർട്ട് തൊട്ടടുത്താണ്. പക്ഷേ ഈ നാറുന്ന വെള്ളം ഇവിടെ ഇങ്ങനെ വെക്കരുതായിരുന്നു. ശരിക്കും എന്താ കറുത്ത മലിനജലമാണ് ഒഴുകുന്നത്. അതൊന്നും അവർക്ക് മാറ്റി ഇത് നല്ല ഇതൊന്ന് ക്ലീൻ ചെയ്യായിരുന്നു, ഇത് ഈ ഒഴുക്ക് വെള്ളം. കാരണം ഞാൻ ഡൽഹിയിലും കണ്ടത്, ഡൽഹിയിലും പിന്നെ ഇവിടെയും കണ്ടു. കണ്ടില്ല എത്ര മലിനജലം ഒഴുകുന്നത്. അവിടെ നിന്ന് മുകളിൽ നിന്ന് കണ്ട് വന്നിട്ട് ഒഴുകുക. ഭയങ്കര, ഇവിടെ നിൽക്കാൻ വയ്യ സ്മെല്ല്. തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ട് ഓപ്പോസിറ്റ്. ഇവിടെ കോട്ടയും. ആഗ്ര ഫോർട്ട് കാണാൻ വന്നത്. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. പുറത്തുനിന്ന് നോക്കി ഓട്ടോ പോലുള്ള വാഹനങ്ങളിൽ എത്ര പേരാണ് കയറി പോകുന്നതെന്നറിയാം. പിന്നെ ഇവിടെ കുതിരവണ്ടിയുണ്ട്, കണ്ടില്ലേ കുതിരവണ്ടി. കയറിയാലൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് പിള്ളേരായാലും ഉണ്ടായിരുന്നെങ്കിൽ രസമാണ്. കുതിരവണ്ടിയുണ്ട്. കുതിരയുടെ ഹാജി देखो ये फोर्ट देखने के लिए आया बस. हाँ तो ആഗ്ര ഫോർട്ട്, ആഗ്രയിലെ കോട്ടയാണ് കാണാൻ വന്നേക്കുന്നത്. നല്ല ചെങ്കല്ല്, ചുമന്ന മാർബിൾ കൊണ്ടുണ്ടാക്കിയ കോട്ടയാണ്. ആഗ്ര ഫോർട്ടിനുള്ളിൽ നമ്മൾ കടന്നു. ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഒരു കാഴ്ചയിൽ അകത്ത് കയറിയിട്ട് ഇങ്ങനെയൊക്കെ ഭയങ്കര കാഴ്ചയാണ്. ഇതൊക്കെ ജീവിതത്തിൽ വന്ന് കാണണം കേട്ടോ. ഓരോ മനുഷ്യൻ്റെ നിർമ്മിതികൾ, പഴയ കാലത്തെ കോട്ടകൾ, രാജാക്കന്മാരുടെ കോട്ടകൾ. AC ഒക്കെ വെച്ചേക്കുന്ന അകത്തെന്തോ ഓഫീസും കാര്യങ്ങളൊക്കെ. ആൾക്കാർ താമസം ഉണ്ടോ എന്ന് സംശയം. ഓഫീസൊക്കെ ഉണ്ട്, അകത്ത് ഓഫീസുണ്ട്. ഭയങ്കര സംഭവം തന്നെ. കുതിരകളൊക്കെ രഥങ്ങളൊക്കെ പോകാനായിരിക്കും ഇങ്ങനെ ഉള്ള സ്ലോപ്പ് ഇട്ടേക്കുന്നത്.
കോട്ടയ്ക്കുള്ളിലാണ് ഞങ്ങൾ. കോട്ടയ്ക്കുള്ളിൽ മനോഹരമായ കോട്ടയുടെ കണ്ടില്ലേ, ഇത് ശരിക്കും കോട്ടയും കൊട്ടാരവും എല്ലാം കൂടെ ചേർന്നിട്ടാണ്. പുൽമേടുകളും നല്ല പച്ചപ്പുൽമേടുകളും നല്ല ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ഉണ്ടാക്കി അടിപൊളിയാക്കി ഇട്ടേക്കും. കണ്ടില്ലേ കോട്ടവാതിൽ. പഴയ ഭരണാധികാരികൾ വിരഹിച്ചിരുന്ന അവരുടെ കുടുംബാംഗങ്ങളും വിരഹിച്ചിരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. മനോഹരമായിട്ടാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. അന്നത്തെ ഭരണാധികാരികളുടെയൊക്കെ വാസസ്ഥലം ഇന്നത്തെ വലിയ പണക്കാരെ കാട്ടിയൊക്കെ വിശാലമായ രീതിയിലാണ്. ഇന്നത്തെ വലിയ ഭരണാധികാരികളെ കാട്ടിയൊക്കെ വിശാലമായ രീതിയിലാണ് അന്നത്തെ ഭരണാധികാരികളുടെ ഭവനങ്ങൾ. പക്ഷെ അന്നത്തെ ഉള്ള ഒരു വലിയ പണക്കാരായിട്ടുള്ള നല്ല ഉദ്യോഗസ്ഥരായിട്ടുള്ള സാധാരണ ജനങ്ങളുടെയൊക്കെ വീടുകൾ വളരെ ചെറുതും അതിൻ്റെ വാതിലുകൾക്കൊക്കെ ഉയരക്കുറവായിരുന്നു. പക്ഷേ രാജകുടുംബങ്ങളുടെയൊക്കെ വാതിലുകളൊക്കെ അതിവിശാലമായ ആന കയറി പോകത്തക്ക രീതിയിലുള്ള വാതിലുകളും അങ്ങനെ കുതിരകളും ആനകളും കയറത്തക്ക രീതിയിലുള്ള വാതിലുകളും അങ്ങനെയൊക്കെയായിരുന്നു സൃഷ്ടി. അവിടെ ഒരു വാതിൽ, അതിനപ്പുറത്തും കോട്ടയുണ്ട്. ആ വാതിലിലൂടെ കടന്നു, അങ്ങനെ കുറേ വാതിലുകൾ കടന്നു വേണം കോട്ടയ്ക്കുള്ളിലെത്താൻ. അതാണ് പൂന്തോട്ടമൊക്കെ അന്നും ഇതേ രീതിയിൽ തന്നെ സംരക്ഷിച്ചിട്ടുണ്ടാവും. ഇന്നും അത് നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട്. സ്റ്റെപ്പൽ ദിവാൻ എല്ലാ രക്ഷയുണ്ട്. ഇതിനകത്തോട്ട് പോയാൽ എല്ലാം കാണാൻ പറ്റും. കിണറായത്, ഇതിനകത്ത് വെള്ളമുണ്ട്. കിണറാണ്, ഭയങ്കര ഡയമീറ്ററുള്ളൊരു കിണറാണ്. കണ്ടല്ലേ, നല്ല ഡയമീറ്ററുള്ള കിണറാണ്. ഇതിനുള്ളിൽ നിന്ന് വെള്ളം എടുക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. നല്ല ഡയമീറ്ററുള്ള കിണറാണ്. ആണല്ലേ. ആഗ്ര ഫോർട്ടിൻ്റെ അപ്പുറത്തൊരു വെള്ളക്കൊട്ടാരം കാണുന്നുണ്ട്. ഇനി അവിടെ ഞാൻ ഇത്രയുള്ളതാണ് കരുതിയത്. നമുക്ക് ആ വാതിലിലൂടെ ഇറങ്ങിയൊന്ന് നോക്കാം, അപ്പുറത്ത് നോക്കാം. അതിൽ അവിടെ ആ വാതിലിൽ ആൾക്കാർ നിൽക്കുന്നേ ഉള്ളൂ, അങ്ങോട്ട് അലകൂടല്ലെന്ന് തോന്നുന്നു. നമുക്ക് വാതിൽ ചെന്നൊന്ന് എത്തി നോക്കിയിട്ട് വരാം. അവിടെ ഉള്ള സംഭവമാണ് മീന ബസാർ, മോട്ടി മസ്ജിദ്, ഹിജ്രി ഗേറ്റ്. അതിനകത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് വീഡിയോ എടുക്കുന്നില്ല. അതിനകത്ത് വേറെ കൊട്ടയുണ്ട്, അവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് എടുക്കുന്നില്ല. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ കോട്ട ഇങ്ങനെ അങ്ങ് തിരിഞ്ഞു പോകും. ഇത്രയേ ഉള്ളൂ. എനിക്ക് അപ്പുറത്തും ഇപ്പുറത്തൊന്നും പോകാൻ വയ്യ, ഞാൻ തിരിഞ്ഞിറങ്ങും. ആ വെള്ള ഇതൊക്കെ കാണുന്നില്ലേ, അതിനപ്പുറത്ത് ഈ രാജകൊട്ടാരോ അവരുടെ ഭവനങ്ങളും കാര്യങ്ങളും അവർ താമസിച്ചിരുന്ന, ചിലപ്പം ഈ സ്ത്രീകളൊക്കെ താമസിച്ചിരുന്ന ഇതായിരിക്കും അതിനപ്പുറത്തൊക്കെ ഉള്ളത്. എന്തായാലും ഇത് ഭരണസിരാ കേന്ദ്രമായിരുന്നല്ലോ. അപ്പോൾ അവരുടെ കുടുംബസമേതമുള്ള ഭവനങ്ങളുമൊക്കെ അവിടെ എല്ലാം കാണുന്നത്. ഈ കോട്ടയ്ക്ക് വെളിയിൽ 4 ചുറ്റുമൊക്കെ വീണ്ടും അതിനപ്പുറത്തും കോട്ടയുണ്ട്. അങ്ങോട്ടൊന്നും പ്രവേശനമില്ല, അവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാ പറയുക. അവിടെ ഒരു ചെറിയ വെട്ടം കാണുന്നു. അപ്പുറത്ത് എനിക്ക് തോന്നുന്ന ഒരു ലോണും അതിനപ്പുറത്ത് കൊട്ടാരത്തിൻ്റെ ഒരു വെള്ള കൊട്ടാരമൊക്കെ കാണും. നമുക്കൊന്ന് പോയി നോക്കാം. ഒരു ദർവാജ തുറന്ന് കിടക്കുവാണ്, അതിലൊന്ന് പോയി നോക്കാം. നമ്മൾ കണ്ടതുപോലെ തന്നെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ആ ഗേറ്റ് ഇങ്ങോട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ ഇവിടെ ലോണുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ സ്ത്രീകളൊക്കെ താമസിക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഉദ്യാനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെയും വാതിലുകളും മുറികളും ഒക്കെയാണ്. അവർ പൊതുവായിട്ട് ഇരിക്കാനുള്ള ഇടവുമായിരിക്കാം അത്. അതിനപ്പുറത്ത് ഗേറ്റൊക്കെ കാണുന്നുണ്ട്. അതിലെ പുറത്ത് പോയി ആ സൈഡിൽ നിന്ന് പോയി നോക്കിയിട്ട് വരാം. എന്തായാലും മുകളിലിട്ടിരിക്കുന്ന പഴയകാലത്തെ വലിയ ഓടുകളാണ് ഇട്ടേക്കുന്നത് കേട്ടോ. കല്ലുകൊണ്ട് വെട്ടി ഉണ്ടാക്കിയ ഇത് എന്താ പറയുന്നത്, പർലിങ്ങും അതിൻ്റെ മുകളിൽ കല്ലുകൊണ്ടുള്ള പർലിങ്ങും പല്ലുകൊണ്ടുള്ള പ്രസ്സും ഒക്കെയാണ്. അതിൻ്റെ മുകളിൽ കല്ലുകൊണ്ടുള്ള ഓടുമായിട്ടേക്കുന്നത്. നമുക്ക് അപ്പുറത്തോട്ടും ഉണ്ട് കേട്ടോ ഈ വെള്ള പരവതാനി, വെള്ളക്കല്ല് അല്ലെ വെള്ള പെയിൻ്റ്. ഇത് വെള്ളക്കല്ലുകളാണ് അടിച്ചതെന്ന് പറഞ്ഞാൽ അവിടെ സ്ത്രീകൾ വസിക്കുന്നതാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സങ്കല്പം. കൊട്ടാരങ്ങളുടെയൊക്കെ വസിക്കുന്നതോ അങ്ങനെയൊക്കെയായിട്ട്. നമുക്ക് അതിനകത്തേക്ക് ഒന്ന് കയറി നോക്കാം. ഇതൊക്കെ ഓരോ മുറികളാണ്, നമുക്കൊന്ന് കയറി നോക്കാം.
ഇത് മുറിയും കണ്ടില്ലേ, ഇത് കോട്ടയിൽ ഇത് ജയിലും ഒക്കെയാണ്. ഇനി അകത്തോട്ടൊക്കെ ഇറങ്ങി പോവാം. പിന്നെ മുകളിലോട്ടൊക്കെ കൊട്ടാരത്തിൻ്റെ മുകളിലോട്ട് കയറി പോവാം. ഭയങ്കര സംഭവം. ഇതിനകത്ത് വന്നില്ലായിരുന്നു, നഷ്ടമായി പോയാന്. ഇവിടെ കുറേ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊട്ടാരത്തിൻ്റെതായ. ആ കളർ അല്ല, ഇത് നല്ല ഈ കളർഫുള്ളായിട്ടുള്ള ഇത് ആൾക്കാർ കൈ പിടിച്ച് ഇത് അഴുക്കായതാണെന്നാണ് തോന്നുന്നത്. ആൾക്കാർ കൈ പിടിച്ച് അഴുക്കായതാണെന്നാണ് തോന്നുന്നത്. എല്ലാം തിരിച്ചു ഉള്ളിലോട്ട് കയറാൻ പറ്റത്തില്ല, അതുകൊണ്ട് തിരിച്ചു പോകാൻ. അത് പ്രത്യേകമായിട്ട് സംരക്ഷിച്ചത് ഇരിക്കുന്ന സ്ഥലമായണ്ട. അതൊരു മുന്തമാൻ ബുർജ്, മുന്തമാന ബുർജ്. അതൊരു തോമ്പായിരിക്കും, ഒരു എന്താ ശൗലീരം പോലെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് അവിടെ പൈപ്പൊക്കെ ഇട്ടേക്കുന്ന അതിൽ വെള്ളം വരുന്നതാണോ എന്നൊക്കെ സംശയം. എന്തായാലും അതൊക്കെ ഇനി ചരിത്രം പരിശോധിച്ച് നോക്കാം നമുക്ക്. നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇതും നോക്കാം, ഇത് വായിച്ചു നോക്കിക്കോളൂ. ഇവിടെ നിന്ന് താജ്മഹലും കാണാം. ആ താജ്മഹലിൽ നിന്നിട്ട് നമ്മൾ ഈ ഫോർട്ട് കണ്ടായിരുന്നു. ആഗ്ര ഫോർട്ട് താജ്മഹൽ നിന്ന് കാണാം. അത് കണക്ക് ഇവിടെ നിന്നും താജ്മഹലും കാണാം. താജ്മഹൽ നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. താജ്മഹൽ കാണാൻ. താജ്മഹൽ അവിടെ നിന്നിട്ട് നമുക്ക് ആഗ്ര ഫോർട്ട് സൂം ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ എന്നാൽ താജ്മഹൽ നമുക്ക് സൂം ചെയ്യാൻ പറ്റി. ഓക്കെ, ഇതെല്ലാം കല്ല് ഒട്ടിച്ച് വെച്ചിട്ട് തേച്ചിട്ടുണ്ട്. വൈറ്റ് സിമെൻറ്റ് പോലുള്ള എന്തോ വെച്ചിട്ട് തേച്ചിട്ടുണ്ട്, പ്ലാസ്റ്റർ. ഈ ഫോർട്ടിൻ്റെ ഇത് ഇന്നലെ ഞാൻ ട്രെയിനിൽ വന്നപ്പോൾ കണ്ടതാണ്, ഈ നദിയും ഈ ഫോർട്ടും ഒക്കെ. മനോഹരമായ വർക്കുകളും ദർബാർ ഹാളും സ്ത്രീകളൊക്കെ വന്നിരിക്കാനായിട്ട് അങ്ങനെയുള്ള മുഗൾ രാജാക്കന്മാരുടെ നിർമ്മിതികളും മുഗൾ രാജാക്കന്മാരുടെ കൊട്ടാരവും അവരുടെ മുംതാസിന് വേണ്ടി നിർമ്മിച്ച താജ്മഹലും എല്ലാം കൂടെ മനോഹരമായിട്ടുണ്ട്. ആരെങ്കിലും കൂടെ കൊണ്ടുവരണ്ടായിരുന്നു. ഇങ്ങനെ ഈ ജനലുകൾക്കിടയിൽ കൂടെയൊക്കെ മുഗൾ രാജാവ് ഇവിടെ നിന്നിട്ട് മുംതാസിൻ്റെ ശവകുടീരം നോക്കി കണ്ടു കാണും. അത് പണി കഴിപ്പിച്ചതിന് ശേഷമോ പണി പൂർത്തിയാക്കിയതിന് അവർ തന്നെ തുടങ്ങിയ ആൾ തന്നെയാണോ പൂർത്തിയാക്കിയതെന്ന് എനിക്ക് ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഇപ്പോൾ ഓർമ്മയില്ല. ഈ കൊട്ടാരത്തിൽ ഇരുന്നിട്ട് അത് കണ്ടിട്ടുണ്ടാവും.